ഹായ്, നമുക്ക് ഇങ്ങനെ ഒരു പൗച്ച് ചെയ്യാൻ എത്ര സിമ്പിളായിട്ട് കഴിയുന്ന ഒരു കാര്യമാണെന്നറിയോ? നമുക്ക് വേസ്റ്റ് ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു സിബ് മാത്രം മതി. നമുക്ക് ഇങ്ങനത്തെ സിബ്, നമുക്ക് റണ്ണിങ് സിബ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അത് എത്ര മീറ്റർ ആണെന്നുള്ളത് മുറിച്ചെടുക്കാം. അതുപോലെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ക്ലോത്താണ്. 14 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളമുള്ള ഒരു ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. 14, 11 എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലോത്ത്. എന്നിട്ട് അതിന് ഞാനൊരു ക്യാൻവാസ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു സിബും അതിൻ്റെ റണ്ണറും വേണം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ 14 ഇഞ്ചിൽ ഒരു 15 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യുക സിബ്. എന്നിട്ട് ഈ ഒരു അരികിലൂടെ 14 ഇഞ്ചിൻ്റെ നീളത്തിലുള്ള അരികിലൂടെ അത് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ്. ഒന്ന് ആ ഒരു അരിക് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരൊറ്റ സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ആ സിബ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പെൻസിൽ ബോക്സും അതുപോലെ എന്തെങ്കിലും മേക്കപ്പ് ടൂൾസോ അല്ലെങ്കിൽ ബാഗിനകത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുക. ഇതുപോലെ അത് രണ്ടരികിലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്കതൊന്ന് മറിച്ച് വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഒന്ന് ബലത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ ക്ലോത്തിൻ്റെ മേലെയുടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഈ ഒരു സൈഡും. ഇത് ഞാൻ സാധാരണ ഒരു ടോപ്പിൻ്റെ വേസ്റ്റ് ക്ലോത്തിൽ ചെയ്യുന്നതാണ് കേട്ടോ, അല്ലാതെ വേറെ ക്ലോത്തൊന്നുമല്ല. അതിനൊരു ക്യാൻവാസ് ചെയ്തിട്ട് ഒന്ന് ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഏത് ക്യാൻവാസ് വേണമെങ്കിലും അയൺ ചെയ്യാം. ഞാനിപ്പോൾ ഷർട്ടിൻ്റെ കോളർ ക്യാൻവാസാണ് അയൺ ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഈ റണ്ണർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ഇതുപോലെ ഒന്ന് സിബ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇതുപോലെ ഒന്ന് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സൈഡ് ഒന്ന് മാർക്ക് ചെയ്യുക. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്താലും മതി, മാർക്കർ കൊണ്ട് എന്തെങ്കിലും മാർക്ക് ചെയ്താലും മതി. എന്നിട്ട് ഇതുപോലെ ആ സിബ് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വരുന്നത് പോലെ വെച്ചിട്ട് രണ്ട് തറ്റത്തും ഓരോരോ ഇഞ്ച്, ഒരു ഇഞ്ച് ഇങ്ങനെ, ഒരു ഇഞ്ച് വീതി, ഒരു ഇഞ്ച് നീളത്തിലും ഒരു ക്രോസ് ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്യുക. ചതുരത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് ആ പീസ് വരിക. അത് 4 ഭാഗത്തും ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം. 4 ഭാഗത്തും ഇതുപോലെ വെച്ചിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത പീസ് തന്നെ വെച്ചിട്ട് എടുത്താലും മതി. കറക്റ്റ് പിടിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഇതുപോലെ 4 ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഏത് ക്ലോത്തിലാണെങ്കിലും ഇത് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന ക്ലോത്ത് വേണമെന്നൊന്നുമില്ല. കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ ക്യാൻവാസ് ഒന്നും കൊടുക്കണ്ട. ഇത് കുറച്ച് കട്ടി കുറഞ്ഞ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് തുണി കാശ് കൊടുത്ത് വാങ്ങുമൊന്നും വേണ്ട നമുക്ക് ക്ലോത്ത്. നമുക്ക് ഈ ഒരു ടൈലറിങ് ഷോപ്പുകളിലൊക്കെ വേസ്റ്റ് കിട്ടുന്ന തുണി കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാണാൻ കുറച്ച് ഭംഗിയുള്ള ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ക്യാൻവാസ് വെച്ചാൽ മതി. 6 രൂപ അങ്ങനെ എന്തോ ഒരു മീറ്ററിന് സിബിന് വില വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സിബ് വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് ചെയ്യാം. എന്നിട്ട് ഇത് ഇതുപോലെ മറയ്ക്കുക. മറച്ചിട്ട് ഈ ഒരു ഭാഗമല്ലേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലൂപ്പ് ഇതിനുള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ സിബ് എൻഡ് വരുന്ന ഭാഗത്ത് ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് അങ്ങനെ വെച്ചു എന്നുള്ളൂ നമുക്ക് പിടിക്കാനൊക്കെ. എന്നിട്ടിങ്ങനെ ഈ ഒരു കോർണർ ഇങ്ങനെ സ്ട്രൈറ്റിൽ പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ 1 ഇഞ്ച് കട്ട് ചെയ്ത ഭാഗമല്ലേ അവിടെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 4 ഭാഗം വളരെ സ്റ്റിച്ചിങ് ഒക്കെ വളരെ കുറവുള്ളൂ. ഒരുപാട് നേരം സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു കാര്യം ഇതിലില്ല. കുറഞ്ഞ സ്റ്റിച്ചിങ്ങിൽ എന്നുവെച്ചാൽ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. മാക്സിമം പോയ ഒരു 5 മിനിറ്റ്, അതിൻ്റെ കൂടുതലൊന്നും ഇതിൽ വേണ്ടി വരില്ല. ഇത് മറിച്ചിട്ട് ഇത്രേ ഇതിൻ്റെ ഭാഗമുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഈ ഒരു ഭാഗം കാണില്ലേ, ഈ കോണായിട്ടുള്ള അതൊന്ന് കറക്റ്റ് ആ മൂല കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പിടിച്ചാൽ മതി. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പം നമ്മൾ തന്നെ ചെയ്യുന്ന, നമ്മളായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു സംഭവം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു
സന്തോഷമുള്ള കാര്യമല്ലേ, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഇതങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ നമുക്ക് എവിടെയും കൊണ്ടുപോകാനൊക്കെ സൗകര്യത്തിന് ചെറിയൊരു ഐറ്റമാണ്. ഒരുപാട് സ്ഥലമൊന്നും വേണ്ടി വരില്ല കൊണ്ടുപോകാനോ എവിടേക്കെങ്കിലും എടുക്കാനൊക്കെ. വളരെ ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന്